മലയാളികൾക്ക് എന്ന് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ സംഗീതം ഇഷ്ടപ്പെടുന്ന ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ജാനകിയമ്മ കടന്നു പോകുന്നത്. മലയാളി അല്ലെങ്കിൽ കൂടിയും അവർ മലയാളിയാണ് എന്ന് തോന്നിക്കത്തക്ക തരത്തിൽ അവരുടെ ആലാപനത്തിലെ ഉച്ചാരണ ശുദ്ധി കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല ഏതു ഭാഷക്കാർക്കും അവരുടേതെന്ന് തോന്നിക്കുന്ന തക്ക തരത്തിൽ ഗാനങ്ങൾ ആലപിക്കാനായിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക കഴിവ്. അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം ഫോർമലായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അതൊരിക്കലും തോന്നിക്കാത്ത തരത്തിൽ ഒരുപക്ഷെ ദൈവം പാട്ട് പഠിപ്പിച്ച ഒരു സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് തന്നെ ആളുകൾക്ക് തോന്നുന്ന തരത്തിൽ അത്ര വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ ഏത് ശ്രുതിയിലും ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ആലപിക്കാനായിട്ട് സാധിച്ച മലയാള സംഗീത ലോകത്തിന് അതുപോലെ തന്നെ ഇന്ത്യൻ മ്യൂസിക്കിനും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള അനശ്വര കലാകാരിയാണ്. അവരുടെ പാട്ടുകൾക്ക് ഒരിക്കലും മരണമില്ല എന്നുള്ളതാണ്. അവരുടെ പാട്ടുകളിലൂടെ ജാനകിയമ്മ എല്ലാ കാലത്തും ജീവിക്കും എന്നുള്ളതാണ് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നത്. ഏതാണ്ട് 40,000-ലധികം പാട്ടുകൾ പാടിയ ഒരാളുടെ 48,000-ഓളം പാട്ടുകൾ പാടിയ ഒരു ഗായികയുടെ ആ 48,000-ൽ നിന്നും ഒരു ഗാനം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആയിരിക്കും. എത്രയോ ഗാനങ്ങളാണ്. അപ്പോൾ അകലെ അകലെ നീലാകാശമൊക്കെ പാടാത്ത ഒരു ഗാനമേള കേരളത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ എത്രയോ ഗാനങ്ങൾ. അപ്പോൾ അത്രയധികമായിട്ട് മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗായികയാണ്. അപ്പോൾ മലയാളികൾ വിശ്വസിക്കുന്ന അവർ മലയാളിയാണെന്നാണ്. ഇപ്പോൾ കർണാടകയിൽ വരുമ്പോൾ കർണാടകക്കാർ വിശ്വസിക്കുന്ന അവർ കന്നഡികയാണെന്നാണ്. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്ന അവർ തമിഴ്നാട്ടിൽ ജനിച്ചോളുന്ന ഒരാളാണെന്നുള്ള നിലയിലാണ്. അങ്ങനെ അവർ യഥാർത്ഥത്തിൽ ആന്ധ്രയിൽ ജനിച്ചോളുന്ന ആളാണ്. അപ്പോൾ ഞാൻ ജാനകിയമ്മയുടെ കുടുംബവുമായിട്ട് സംസാരിക്കുമായിരുന്നു. അവർ തന്നെ പറയായിരുന്നു, ആന്ധ്രയിൽ ജനിച്ചു, തമിഴ്നാട്ടിൽ വളർന്നു, അതിനുശേഷം ഹൈദരാബാദിൽ ജീവിച്ചു, ഇപ്പോൾ ഒടുവിൽ കർണാടകയിൽ മൈസൂരിൽ വന്ന് അവസാന നാളുകളിൽ മൈസൂരിൽ താമസമാക്കി. അപ്പോൾ ഏത് നാട്ടുകാർക്കും അവരുടേതെന്ന് തോന്നിക്കത്തക്ക തരത്തിൽ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നു. അങ്ങനെ സാധിച്ചു. നമ്മൾ ഗാനമേളകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേൾക്കാനിടയായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അത് ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ഒരു സമയമല്ല. തീർച്ചയായിട്ടും മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഞാൻ കേരളത്തിൽ നിന്നും ഇവിടെ എത്തിയത്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുന്നു.